ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, ഇന്ന് നോക്കൂ, പല വീടുകളിലും നമ്മൾ കയറി പോകുമ്പോഴും അവിടെ വയസ്സായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളത് അല്ലേ? മക്കളുണ്ടാകും, ഒരാൾ അമേരിക്കയിലായിരിക്കും, ഒരാൾ ജർമ്മനിയിലായിരിക്കും. ഇവർ വയസ്സായ വ്യക്തികൾ, ഇപ്പോൾ ഭാര്യ കൂടി മരിച്ച ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ ഭർത്താവ് മരിച്ച ആൾക്കാരുണ്ടാകും. ഇവരൊറ്റയ്ക്ക് ആ ഒരു വീട്ടിനുള്ളിൽ സ്വന്തമായി പാചകം ചെയ്ത് ഒരു അസുഖം വന്നാൽ ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാതെ കഴിയുന്ന ഒരുപാട് വീടുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ സർവേസ് പറയുന്നത്. അപ്പോൾ പല മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാകും, അമ്മയച്ഛനൊക്കെ. അവരിപ്പോൾ സങ്കടപ്പെടുക, ഞാൻ അമ്മയച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊരു അസുഖം വന്നപ്പോൾ ഞാൻ എൻ്റെ ഓട്ടത്തിനിടയിൽ ഒന്ന് ആശുപത്രിയിൽ പോകാനോ, അവർ എങ്ങനെയുണ്ട് അവരുടെ ആരോഗ്യം ഒന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ അവർക്കൊരു 100 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ചിലപ്പോൾ ആ മാതാപിതാക്കൾക്ക് പെൻഷനൊക്കെ ഉണ്ടാവും, അവർ നല്ല സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട ആൾക്കാരൊക്കെ. അപ്പോൾ ഈ മക്കൾ എന്താ വിചാരിക്കുക അറിയോ? എൻ്റെ അച്ഛനമ്മയ്ക്കൊക്കെ പൈസ ഉണ്ട്, ഞാൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിതാ വാടകയ്ക്കും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം മാതാപിതാക്കളെ നമ്മൾ കുറച്ച് പരിഗണന കൊടുത്ത് അവരെ കുറച്ചുകൂടി നന്നായി കെയർ ചെയ്ത് നോക്കണം. അത് നമ്മുടെ മക്കൾ കണ്ട് പഠിച്ച് വളർന്ന് വന്നാലേ നാളെ നമുക്ക് വയ്യാതാകുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നുള്ളൂ നമ്മളെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മക്കളെ നോക്കിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവർക്ക് എത്ര പൈസ ഉണ്ടായാലും കുഴപ്പമില്ല, അവരോട് ഇടയിൽ പോവുക, ഡെയിലി ഒരു 10 മിനിറ്റ് ഫോണിലൂടെയോ അല്ലെങ്കിൽ അവരുടെ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അടുത്തിരുന്നിട്ടോ അവരുടെ അടുത്ത് ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുക, ചിരിക്കുക, അവരുടെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിക്കുക, എന്തെങ്കിലും വേണോ എന്ന് വെറുതെ ചോദിച്ചാൽ മതി, അവർ ഹാപ്പിയാകും. അത് ചോദിക്കുക. പിന്നെ എല്ലാ മാസവും ശമ്പളം കിട്ടിയ, അപ്പോൾ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 100 രൂപയാണെങ്കിൽ ആ 100 രൂപ അവരുടെ കയ്യിൽ കൊടുക്കുക. വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ, ചില ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കും ഇഷ്ടം, അപ്പോൾ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരികയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, നേരിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ആശുപത്രിയിലോട്ടോ വല്ലതൊക്കെ പോവുക. ഇത്രയൊക്കെ അവർക്ക് ആവശ്യമുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാളെ നമുക്കും അത് ഒരുപാട് ബ്ലെസ്സിങ്ങും സന്തോഷവും തരും. താങ്ക് യു സോ മച്ച്.